ഹലോ, ഇന്നൊരു അടിപൊളി ബീട്രൂട്ട് റെസിപ്പി ആയാലോ? അതിന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്ന ഒരു മീഡിയം സൈസ് ബീട്രൂട്ടും ഒരു സവോളയാണ്, കൂടെ കുറച്ച് കറിവേപ്പിലും പിന്നെ ഒരു പച്ചമുളകും. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് നല്ലോണം ചൂടായി വരുമ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുക് കൂടി ഇട്ട് കൊടുക്കാമേ. കടുകെല്ലാം നല്ലോണം പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും ബീട്രൂട്ടും ഒക്കെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാമേ. ഇനി ഇത് അത്യാവശ്യം ഒന്ന് നല്ലോണം വാടി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ ഇത് വേഗം വെന്ത് കിട്ടും കേട്ടോ. പക്ഷെ ഞാനിവിടെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ എണ്ണയിൽ തന്നെ കിടന്ന് ഇതൊന്ന് പതിയെ വാടി വരട്ടെ കേട്ടോ. ഇപ്പം നമ്മുടെ ബീട്രൂട്ട് ഒന്ന് ചെറുതായിട്ട് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ അതിലോട്ട് പിടിക്കണം. ഇതൊന്ന് വേഗം വാടിക്കിട്ടാൻ വേണ്ടി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിനകത്തോട്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നമ്മൾ നന്നായിട്ട് ഇളക്കി പതിയെ കരിഞ്ഞൊന്നും പോവാതെ ആ എണ്ണയിൽ നല്ലോണം മുരിച്ചെടുക്കണം. നമ്മളിത് ഇച്ചിരി സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മളിതിന് പൊടികളൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചാട്ടോ ഇത് കുക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ്. എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിനെ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്ത് പതിയെ മൊരിയിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ചെറിയ മധുരവും എരിവും മസാലയുടെ ഫ്ലേവറും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.